സോ വൺ ഓഫ് ദ ഗ്ലോബൽ പ്രോബ്ലം ഓഫ് ദ പ്രസൻറ്റ് ഡേ എന്ന് പറഞ്ഞാൽ ജെൻഡർ ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ ജെൻഡർ ഇനീക്വാലിറ്റിയാണ്. പണ്ട് മുതൽ ഒരുപാട് ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടായിരുന്നു ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി ആയിരുന്നു അവർ ക്രിയേറ്റ് ചെയ്തത്. വിമനെ എപ്പോഴും ഒരു സപ്രസ്ഡ് ഹ്യൂമൻ ബീങ് ആയിട്ടാണ് കാണുന്നത്. സോഷ്യൽ, എക്കോണമിക്കൽ, കൾച്ചറൽ ആൻഡ് റിലീജിയസ് ഫാക്ടേഴ്സ് പേവ് ദ വേ ടുവേർഡ്സ് ഡിസ്ക്രിമിനേഷൻ. സോ നമ്മുടെ വിമൻ ആൻഡ് ലോ സബ്ജക്റ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ പ്രാക്ടീസസ് ആയിരുന്നു വിമന് ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെ റൈറ്റ്സ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെ റൈറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ സ്പെഷ്യൽ ലോസ് ആണ് വിമന് ഫേവറബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വിമൻ ഇൻ ജനറൽ അവർക്ക് എവിടെയൊക്കെ എന്തൊക്കെ റൈറ്റ്സ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ വിമൻ ആൻഡ് ലോ സബ്ജക്റ്റിൽ നോക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ദ സ്റ്റേറ്റസ് ഓഫ് വിമൻ ഇൻ ദി ഇന്ത്യൻ സൊസൈറ്റിയാണ്. സോ വിമൻസ് പൊസിഷൻ അണ്ടർ ദ ഇന്ത്യൻ സൊസൈറ്റി അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ 4 പീരിയഡ്സ് എടുത്ത് നോക്കണം. ആദ്യത്തെ പീരീഡ് എന്ന് പറഞ്ഞാൽ വേദിക് പീരീഡ്, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പോസ്റ്റ് വേദിക് പീരീഡ്, മൂന്നാമത്തേത് മെഡീവൽ പീരീഡ് ആൻഡ് ഫൈനലി ബ്രിട്ടീഷ് പീരീഡ്. ഓരോ പീരീഡിലും എന്തൊക്കെ പ്രാക്ടീസസ് ആയിരുന്നു വിമന് ഫേവറബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെ പ്രാക്ടീസസ് ആയിരുന്നു ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യത്തേതാണ് വേദിക് പീരീഡ്. Vedic period is considered to be the glorious period for women on account of freedom and equality. സോ ഇതിനൊരു ഗ്ലോറിയസ് പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശമുണ്ടായിരുന്നു. യാതൊരു തരത്തിലുള്ള ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻസോ ഇൻഇക്വാലിറ്റീസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് ഋഗ്വേദയിലും ഉപനിഷത്തിലും കാണാം. ഋഗ്വേദയിൽ പറയുന്നു വെച്ചാൽ വിമൻ ഈസ് ഹാവിങ് ദ റൈറ്റ് ടു ലിവ് ആസ് എ ക്യൂൻ ഇൻ ദ ഹസ്ബൻഡ്സ് ഹൗസ്. സോ വിമന് ഒരു റാണിയെ പോലെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കഴിയാനുള്ള അവകാശമുണ്ടായിരുന്നു. അതേപോലെ ഉപനിഷത്തിലും പറയുന്നുണ്ട് വൈഫ് ഇസ് റിഗാർഡഡ് ആസ് എ ട്രൂ കമ്പാനിയൻ ഓഫ് ദി ഹസ്ബൻഡ്. സോ നമ്മൾ നമ്മുടെ വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിമനെ ഒരു പ്രോസ്പെറിറ്റിയുടെ സിമ്പിളായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഡിവൈനിറ്റിയുടെ സിമ്പിളായിട്ടാണ് കണ്ടിരുന്നത്. അന്നത്തെ കാലത്തിൽ ഗുരുകുൽ സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. സോ വേദിക് പീരീഡിൽ ബോത്ത് മെൻ ആൻഡ് ദ വിമൻ ഹാഡ് ദ റൈറ്റ് ടു ബി എഡ്യൂക്കേറ്റഡ് അറ്റ് ഗുരുകുൽസ്. രണ്ടുപേർക്കും എഡ്യൂക്കേഷനുള്ള തുല്യ അവകാശമുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഗുരുകുലത്തിൽ പോകാനും പഠിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. ഇനി എന്തൊക്കെ സ്പെസിഫിക് റൈറ്റ്സ് ആയിരുന്നു വേദിക് പീരീഡിൽ ഉണ്ടായിരുന്നത് വിത്ത് റെസ്പെക്ട് ടു വിമൻ ആണ്. സോ ആദ്യത്തെ റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു സെലക്ട് ലൈഫ് പാർട്ട്നേഴ്സ്. സോ വിമന് ഫുൾ ഫ്രീഡം ഉണ്ടായിരുന്നു. അവർക്ക് ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, ആരെയാണോ ലൈഫ് പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യണം എന്ന് തോന്നുന്നത് അവരെ സെലക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. രണ്ടാമത്തത് ദ വിഡോസ് റൈറ്റ് ടു റീമാരീഡ്. വിധവയായിട്ടുള്ള സ്ത്രീകൾക്ക് വീണ്ടും കല്യാണം കഴിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. മൂന്നാമത്തത് ദ ഗേൾസ് വർ പെർമിറ്റഡ് ടു അണ്ടർഗോ ദ ത്രെഡ് സെറമണി. ഇപ്പോൾ ഒക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാർക്കാണ് ഉപനയന സംസ്കാർ ആ ത്രെഡ് സെറമണി അണ്ടർഗോ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ പണ്ടത്തെ വേദിക് പീരീഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബോത്ത് മെൻ ആൻഡ് വിമൻ ഹാഡ് ദ റൈറ്റ് ടു അണ്ടർഗോ ദ ത്രെഡ് സെറമണി. പിന്നെ ആ കാലത്ത് പർദ സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഇത്രയും റൈറ്റ്സ് ആണ് സ്ത്രീകൾക്ക് അന്നത്തെ കാലത്ത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. 2 പ്രാക്ടീസസ് മാത്രമേ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ളൂ. ഒന്ന് ദ പ്രാക്ടീസ് ഓഫ് പോളിഗമി. ഹസ്ബൻഡിന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരാകാമായിരുന്നു, പക്ഷേ തിരിച്ച് ഭാര്യമാർക്ക് ഒന്നിൽ കൂടുതൽ ഹസ്ബൻഡ്സ് പാടില്ലായിരുന്നു. രണ്ടാമത്തെ ഡെറോഗേറ്ററി പ്രാക്ടീസ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഡൗറി സിസ്റ്റം ആയിരുന്നു. സോ ഇത്രയുമാണ് വേദിക് പീരീഡിൽ വിമൻ്റെ പൊസിഷൻ പറയാൻ പറ്റുന്നത്. രണ്ടാമത്തെ പീരീഡാണ് പോസ്റ്റ് വേദിക് പീരീഡ്. പോസ്റ്റ് വേദിക് പീരീഡിൽ വിമന് ഒരുപാട് സഫറിങ്സും ഹാർഡ്ഷിപ്സും ഒരുപാട് റെസ്ട്രിക്ഷൻസും ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനുസ്മൃതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനു ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റീനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും സ്ത്രീകളുടെ റൈറ്റ്സ് ഒരുപാട് കേർട്ടിയൽ ചെയ്യുകയും ചെയ്തു. എന്തൊക്കെ റൈറ്റ്സ് ആണ് കേർട്ടിയൽഡ് ആയത്? ആദ്യത്തേത് ദ റൈറ്റ് ടു ഗെറ്റ് എഡ്യൂക്കേഷൻ. സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കിട്ടാനുള്ള റൈറ്റ്സ് കേർട്ടിയൽഡായി. രണ്ടാമത്തെ കേർട്ടിയൽഡ് ചെയ്ത റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു അണ്ടർഗോ ദ ത്രെഡ് സെറമണി പ്രാക്ടീസ്. ത്രെഡ് സെറമണി ഉപനയന സംസ്കാർ ചെയ്യാനുള്ള അധികാരം അവരുടെ റൈറ്റ് കേർട്ടിയൽഡായി. ഇതല്ലാതെ വേറെയും ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസ് ഉണ്ടായിരുന്നു. പ്രീ പ്യൂബർട്ടി മാരേജ് സ്റ്റാർട്ട് ചെയ്തു. പെൺകുട്ടികൾക്ക് 9-10 വയസ്സായി കഴിഞ്ഞാൽ അവരെ അപ്പം തന്നെ കല്യാണം കഴിച്ച് അയക്കും. സോ അന്നത്തെ കാലത്ത് വിമൻ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു പെൺകുട്ടിയായിട്ട് ഒരു ഡോട്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ സർവെയിലൻസിലായിരിക്കും വളരണേ. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ സർവെയിലൻസിലായിരിക്കും വളരണേ. അത് കഴിഞ്ഞ് വാർദ്ധക്യത്തിലോട്ട് പോകുമ്പോൾ മകൻ്റെ സർവെയിലൻസിലായിരിക്കും കഴിയുക. സോ ഒരു വിമന് ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റസ് ഒന്നും പോസ്റ്റ് വേദിക് പീരീഡിൽ ഉണ്ടായിരുന്നില്ല.
ഈവൻ ദോ ഇത്രയും ഡിസ്ക്രിമിനേറ്റീവ് പ്രാക്ടീസ് ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് ഒരു റൈറ്റ് അവൈലബിൾ ആയിരുന്നു. അതായിരുന്നു റൈറ്റ് ടു പ്രോപ്പർട്ടി. സ്ത്രീധൻ പ്രോപ്പർട്ടി എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ സൂക്ഷിക്കാമായിരുന്നു. അവർക്ക് അതിൻ്റെ മേലിൽ ഫുൾ കൺട്രോൾ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ പീരീഡാണ് മെഡീവൽ പീരീഡ്. മെഡീവൽ പീരീഡിൽ വിമൻ്റെ പൊസിഷൻ നല്ല രീതിയിൽ ഡീറ്റോറേറ്റഡായി. അവരുടെ ഒരുപാട് റൈറ്റ്സ് കർട്ടെയിൽഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ റൈറ്റ് ടു ഗെറ്റ് എഡ്യൂക്കേഷൻ, പിന്നെ റൈറ്റ് ടു ടേക്ക് പാർട്ട് ഇൻ സെറിമണീസ്. സതി സിസ്റ്റം ഭയങ്കര പ്രിവലൻ്റ് ആയിരുന്നു. പ്രാക്ടീസ് ഓഫ് പോളിഗമി, ചൈൽഡ് മാരേജ്, ദേവദാസി സിസ്റ്റം, ഡൗറി സിസ്റ്റം, അങ്ങനത്തെ ഒരുപാട് ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇതുമാത്രമല്ല സെക്യൂരിറ്റി റിലേറ്റഡ് ഇഷ്യൂസും ഉണ്ടായിരുന്നു ബിക്കോസ് ഓഫ് ഫോറിൻ ഇൻവേഷൻസ്. അലക്സാണ്ടർ, ഹൺസ് അങ്ങനത്തെ ആൾക്കാരുടെ ഇൻവേഷൻസ് കാരണം കൊണ്ട് വിമൻ്റെ സെക്യൂരിറ്റീനെ നല്ല രീതിയിൽ എഫക്റ്റഡായി. പിന്നെ വെയിൽ സിസ്റ്റം, പർദ സിസ്റ്റം, അതെല്ലാം ഈ പറയുന്ന മെഡീവൽ പീരീഡിൽ സ്റ്റാർട്ട് ചെയ്തു. സോ അടുത്ത പീരീഡാണ് ബ്രിട്ടീഷ് പീരീഡ്. ബ്രിട്ടീഷ് പീരീഡിൽ ദ പൊസിഷൻ ഓഫ് വിമനിൽ ഒരുപാട് ഡ്രാസ്റ്റിക് ചേഞ്ചസ് തന്നെ ഉണ്ടായിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദ വെസ്റ്റേൺ ഇമ്പാക്റ്റ് ഓൺ ദി ഇന്ത്യൻ സോഷ്യോ കൾച്ചറൽ പാറ്റേൺ. ഇക്വാളിറ്റി, ലിബർട്ടി, ഇൻഡിവിജ്വൽ സെക്യുലാരിസം അങ്ങനത്തെയൊക്കെ കോൺസെപ്റ്റ്സ് ഹൈലി ഇവോൾവ്ഡ് ആയിരുന്നു. രണ്ട് മേജർ മൂവ്മെൻറ്റ്സ് ആണ് ബ്രിട്ടീഷ് പീരീഡിൽ കാണപ്പെടുന്നത്. ആദ്യത്തേത് സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ്, രണ്ടാമത്തേത് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്. സോ എന്താണ് സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ്? സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ് 19th സെഞ്ച്വറിയിലാണ് ഇവോൾവ് ചെയ്തത്. അതിൻ്റെ മെയിൻ പ്രൊപ്പൗണ്ടേഴ്സ് അല്ലെങ്കിൽ മെയിൻ റിഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദ്, ദയാനന്ദ് സരസ്വതി ആൻഡ് ആനി ബെസൻ്റ് ആയിരുന്നു. ഇവരുടെ they raise a questions relating to equal status of women, വിമൻ്റെ ഈക്വൽ സ്റ്റേറ്റസ്, അവരുടെ ഇക്വാളിറ്റി, ലിബർട്ടി അങ്ങനത്തെ കോൺസെപ്റ്റ്സിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മെയിൻലി അവർ റേസ് ചെയ്തത്. അതുമാത്രമല്ല സൊസൈറ്റിയിലുള്ള അവർക്കെതിരെയുള്ള ഇൻജസ്റ്റിസ്, ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻസ് അതിൻ്റെ പ്രോബ്ലംസ് ഓൾസോ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ദ പ്രോബ്ലംസ് ഓഫ് സതി, പ്രൊഹിബിഷൻ ഓൺ റീമാരേജ് ഓഫ് വിഡോസ്, ഡിനയൽ ഓഫ് റൈറ്റ് ടു പ്രോപ്പർട്ടി, ചൈൽഡ് മാരേജ്, ഡിനയൽ ഓഫ് എഡ്യൂക്കേഷൻ ടു വിമൻ അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസും അവർ റേസ് ചെയ്തു. രണ്ടാമത്തെ മൂവ്മെൻറ്റാണ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്. നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് ഒരുപാട് ആൾക്കാരുടെ അറ്റൻഷൻ സീക്ക് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റാണ്. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ ബൂസ്റ്റിംഗ് അപ്പ് ദ കോൺഫിഡൻസ് ഓഫ് ദി വിമൻ ടു റേസ് എ വോയിസ് അഗൈൻസ്റ്റ് ദി ഒപ്രസീവ് സിസ്റ്റം. 1927 ഒരു ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതൊരു ക്രൂഷ്യൽ മൂവ്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ടുവേർഡ്സ് ദ റൈറ്റ് ടു ഇക്വാലിറ്റി ഓഫ് വിമൻ. അത് കഴിഞ്ഞ് ഒരുപാട് ലെജിസ്ലേഷൻസ് എനാക്ട് ചെയ്തു വിച്ച് ഇസ് ഫേവറബിൾ ടു വിമൻ. ഫോർ എക്സാമ്പിൾ വിഡോസ് റീമാരേജ് ആക്ട്, ചൈൽഡ് മാരേജ് ആക്ട്, ഹിന്ദു വിമൻസ് റൈറ്റ് ടു പ്രോപ്പർട്ടി ആക്ട്, ഒരുപാട് ലെജിസ്ലേഷൻസ് എനാക്ട് ചെയ്തു. ഈവൻ ഇൻഡസ്ട്രിയൽ ലോസിൽ ഒരുപാട് പ്രൊവിഷൻസ് എമെൻഡ് ചെയ്തു ഫോർ ദി ബെറ്റർമെൻറ്റ് ഓഫ് ദി വിമൻസ്. ഈ സ്ത്രീകളുടെ സ്റ്റേറ്റസ് ഒക്കെ ഉയർത്താൻ വേണ്ടി ഒരുപാട് പ്രൊവിഷൻസ് അവർ എമെൻഡ് ചെയ്തു. And for example, establishment of creches, reduction of working hours, prohibition on night working hours, restriction to work in mines. So female workersന് ഫേവറബിൾ ആയിട്ടുള്ള സെക്ഷൻസും പ്രൊവിഷൻസ് ഒക്കെ അവർ ഇൻകോപ്പറേറ്റ് ചെയ്തു. സോ ഇത്രയുമാണ് വിമൻസ് പൊസിഷൻ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ്. അടുത്ത പീരീഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് പീരീഡാണ്. സോ ഇൻഡിപെൻഡൻസ് പീരീഡിൽ വിമൻ്റെ പൊസിഷൻ എങ്ങനെ ചേഞ്ച് ചെയ്തു ഇതൊക്കെയാണ് നോക്കുന്നത്. സോ ആദ്യം തന്നെ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തു. 1950 അത് എനാക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ജെൻഡർ, ജസ്റ്റിസ്, ഇക്വാലിറ്റി, ലിബർട്ടി ഈ കോൺസെപ്റ്റ്സ് ഒക്കെ ഓൾറെഡി ഇൻകോപ്പറേറ്റഡ് ആണ്. പ്രിയാമ്പിൾ നോക്കിയാൽ തന്നെ അറിയാം. സോ അവിടെ യാതൊരു തരത്തിലുള്ള ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻസ് ഒന്നും ഇല്ല. അത് കഴിഞ്ഞ് 1975 ദ ഫസ്റ്റ് വേൾഡ് കോൺഫറൻസ് ഓൺ വിമൻ കണ്ടക്ട് ചെയ്തു അറ്റ് മെക്സിക്കോ സിറ്റി. അവിടെ ദ കോൺസെപ്റ്റ്സ് ഓഫ് ഇക്വാലിറ്റി, ഡെവലപ്മെൻറ്റ് ആൻഡ് പീസ് ഈ കോൺസെപ്റ്റ്സ് ഒക്കെ ആയിരുന്നു ഹൈലൈറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 1975 ആ ഇയറിനെ ഇൻ്റർനാഷണൽ വിമൻസ് ഇയർ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് 1976 to 1985 UN ഡെക്കേഡ് ഫോർ വിമൻസ് ഡെവലപ്മെൻറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. 1979 UN യുണൈറ്റഡ് നേഷൻസ് സിഡോ എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ അഡോപ്റ്റ് ചെയ്തു. സിഡോ എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ ഫോർ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൻ. അതായത് എന്തൊക്കെ ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസ് ആണോ വിമൻ്റെ അഗെയിൻസ്റ്റ് നടക്കുന്നത് അതിനെല്ലാം എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു കൺവെൻഷനാണ്. പിന്നീട് 1980s സെക്കൻഡ് വേൾഡ് കോൺഫറൻസ് ഓൺ വിമൻ കണ്ടക്ട് ചെയ്തു. പിന്നെ 1985 തേർഡ് വിമൻസ് കോൺഫറൻസ് കണ്ടക്ട് ചെയ്തത്. അത് നൈറോബിയിലായിരുന്നു. അത് കഴിഞ്ഞ് 1995 ഫോർത്ത് വിമൻസ് കോൺഫറൻസ് കണ്ടക്ട് ചെയ്തു. അത് ബീജിങ്ങിൽ വെച്ചായിരുന്നു. സോ ഇൻഡിപെൻഡൻസ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റും വിമൻ്റെ സ്റ്റേറ്റസ് ടോട്ടലി ചേഞ്ച് ആയി. അവർക്ക് കുറച്ചുകൂടി ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റസ് ആയിരുന്നു. ഒരുപാട് വിമൻസ് മൂവ്മെൻറ്റ്, വിമൻസിൻ്റെ റൈറ്റിനെയൊക്കെ
റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. സോ ഇത്രയുമാണ് മെയിൻ പീരിയഡ്സ്. സോ മെയിൻലി 5 പീരിയഡ്സ് ആണ്. ആദ്യത്തേത് വേദിക് പീരിയഡ്, രണ്ടാമത്തേത് പോസ്റ്റ് വേദിക് പീരിയഡ്, മൂന്നാമത്തെ മെഡീവൽ പീരിയഡ്, നാലാമത്തെ ബ്രിട്ടീഷ് പീരിയഡ് ആൻഡ് ഫൈനലി ഇൻഡിപെൻഡൻസ് പീരിയഡ്. സോ ഇത്രയും 5 പീരിയഡിൽ എന്തൊക്കെയായിരുന്നു വിമൻ്റെ സ്റ്റേറ്റസ്, എങ്ങനെയായിരുന്നു പൊസിഷൻ ഓഫ് വിമൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയാണ് നമ്മൾ ഈ ഓഡിയോയിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ്.